പാലക്കാട് നിശബ്ദ പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ വോട്ടുമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കും. കൊട്ടിക്കലാശത്തിന് ശേഷം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും വിജയപ്രതീക്ഷയിലാണ്. PK സരീഷ് ഉണ്ട് പാലക്കാട്ട് നിന്ന്. സരീഷ, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ മുന്നണികളൊക്കെ ശ്രമിച്ചത്, അല്ലെങ്കിൽ മുന്നണികളൊക്കെ ഫോക്കസ് ചെയ്തത് ഉൾപാർട്ടി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ BJP ആണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അടക്കം എത്തിച്ചാണ് ഈ കൊട്ടിക്കലാശമൊക്കെ ആഘോഷമാക്കിയത്. എത്തരത്തിലാണ് ഇന്ന് BJPയുടെ അവസാന നിമിഷ നിശബ്ദ പ്രചാരണ പരിപാടികൾ? ഇന്നലെയുള്ള ആവേശം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് രാവിലെ മുതൽ C. കൃഷ്ണകുമാർ ഈ വോട്ടഭ്യർത്ഥിച്ച് ആളുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഏത് രീതിയിലാണോ പ്രചരണം ഉണ്ടായിരുന്നത്, പ്രചരണ രീതി എന്തായിരുന്നു, അതേ രീതിയിൽ തന്നെ ഇന്നും നിശബ്ദ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ സജീവമാണ്. രാവിലെ മുതൽ ഓരോ വീടുകൾ കയറി ഏറ്റവും അവസാനമായി തന്നെ വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള മേഖലയിൽ തന്നെയാണ്, അതായത് കൽപ്പാത്തി അഗ്രഹാര ആ മേഖലയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ഓരോ ആളുകളെയും ഏറ്റവും അവസാനമായി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കാണുക, അതോടൊപ്പം ആ വോട്ട് ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. എല്ലാവരെയും കണ്ട്, അതായത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായി എത്തിയവരുണ്ട്. അപ്പോൾ ആളുകളെ മുഴുവൻ കണ്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ അവസാന വിഷയം ഏത് രീതിയിലുള്ളൊരു കാൽക്കുലേഷനാണ് BJP ഉള്ളത്? ഞങ്ങൾ ഇത്തവണ 5 ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം നിങ്ങൾ കണ്ടല്ലോ, എങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നതെന്ന്. ഞാൻ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ അന്ന്. അതെ 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 അല്ല, അന്ന് എന്തോ ആരോ ഹോസ്പിറ്റലോ അതെന്തോ അങ്ങനെയായിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഓരോ ആളുകളെയും കണ്ട് അവസാന ഘട്ടത്തിൽ മുഴുവൻ ആളുകളെയും പേരെടുത്ത് വിളിച്ച് കണ്ട് അവരുടെ കുടുംബകാര്യങ്ങൾ അന്വേഷിച്ച്, വീട്ടുകാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായി നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെയും നഗരസഭയുടെയും വികസനം എടുത്തു പറഞ്ഞു തന്നെയാണോ വോട്ട് അഭ്യർത്ഥിക്കുന്നത്? അതെ, ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും നഗരസഭ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കൃത്യമായി ഓരോ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങൾ, അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം എല്ലാ കാര്യങ്ങളും, അതായത് അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതില്ല, അതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളെല്ലാം തന്നെ NDAയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി, അതായത് അടിയൊഴുക്കുകൾ ഇത്തവണ ഉണ്ടാകും എന്നുള്ള ഭീതി ഉണ്ടോ? ഇല്ല, ഓരോ അല്ല എന്ത് അടിയൊഴുക്കുണ്ടായാലും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യും. നമസ്കാരം. എല്ലാ തരത്തിലും ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുക. ഈ അടിയൊഴുക്കുകൾ എത്രയുണ്ടായാലും അത് പ്രതിസന്ധിയാവില്ല എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഓരോ വീടും കയറി കൃത്യമായി വോട്ടഭ്യർത്ഥിച്ച് അവസാന ലാപ്പിൽ മുതിർന്നവരെയും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ആളുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കണ്ട് വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് NDA സ്ഥാനാർത്ഥി ഈ അവസാന ദിവസവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ എങ്ങനെയാണെങ്കിലും കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നുമുള്ള കണക്കൂട്ടലിലാണ് BJP. രാവിലെ തന്നെ നിശബ്ദ പ്രചാരണം ഏറ്റവും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്നലത്തെ ആവേശം ഒട്ടും ചോരാതെ തന്നെയുള്ള പ്രചാരണ പരിപാടികളിലാണ് BJPയും. PK സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.